20 ലക്ഷം രൂപ വില വരുന്ന MDMA-യുമായി 2 പേർ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായി. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടി ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചനും സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം മൈലാപ്പൂര് തൈക്കാവ് മുക്കിന് സമീപത്ത് വെച്ച് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. 20 ലക്ഷം രൂപ വില മതിക്കുന്ന രാസലഹരിയായ MDMA ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. നെടുമ്പന മുട്ടയ്ക്കാവ് സാബർ ആറൂഫ് തങ്ങൾ, മുട്ടയ്ക്കാവ് നജ്മ മൻസിലിൽ നജ്മൽ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ നാളുകളായി ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന ലാസലഹരി വിദ്യാർത്ഥികളെയും യുവതലമുറയെയും ലക്ഷ്യമിട്ടായിരുന്നു ഇവർ ഇവിടെ എത്തിച്ച് കച്ചവടം നടത്തിക്കൊണ്ടുവന്നത്. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. ഇത് കേരള പോലീസ് കേരളത്തിൽ മൊത്തത്തിൽ നടത്തി വരുന്ന ലഹരി വേട്ടയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനാണ്. കഴിഞ്ഞ ആഴ്ച കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ IPS കിട്ടിയ രഹസ്യ വിവരം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 300 ഗ്രാമിൽ കൂടുതൽ MDMA-യുമായിട്ട് കേരളത്തിലേക്ക് ഒരു വാഹനം വരുന്നു എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ സബ് ഡിവിഷൻ ഉള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ, എൻ്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് വെളുപ്പിന് അവരെ എത്തുവന്ന ടവർ ലൊക്കേഷനിൽ നിന്നും മറ്റും മനസ്സിലായി. തുടർന്ന് ഡാൻസ് ഓഫ് ടീം SI സായി സേനൻ, അവരുടെ കൂട്ടത്തിലുള്ള മനു, ഹരി, അങ്ങനെ ആ ടീം മൊത്തത്തിലും എൻ്റെയും ടീം അംഗങ്ങളും പ്രജീഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ ചേർന്ന് വെളുപ്പിന് 3 മണിക്ക് ഈ വാഹനം ക്രോസ് ചെയ്ത് പിടിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സാബിറ റൂഫ്, പ്രതിയുടെ പേര് സാബിറ റൂഫ് ഏലിയാസ് തങ്ങൾ, ഒരു നജ്മൽ, ഇവര് പിടിയിലായിട്ടുണ്ട്. ഇവര് കുറെ നാളുകളായിട്ട് ഈ കച്ചവടം നടത്തി വരികയാണ്. പക്ഷെ നമുക്ക് റിലയബിൾ ആയിട്ട് അവർ കൊണ്ടുവരുന്ന സമയവും കാര്യങ്ങളും കിട്ടിയില്ല. എന്തായാലും ഇവരിപ്പോൾ പിടിയിലായിട്ടുണ്ട്. 300 ഗ്രാമോളം MDMA എടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ 20 ലക്ഷം രൂപയോളം വില മതിക്കുമെന്നാണ് പറയുന്നത്. നാളുകളായി ഇവർ ഇത്തരത്തിൽ കച്ചവടം നടത്തി വരികയായിരുന്നു. ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചൻ, പാരിപ്പള്ളി CI നിസാർ, ഡാൻസ് ഓഫ് SI സായി സേനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്,
forklift electrical, telescopic heavy crane, electrical remote mobile tower crane, bobcat, shovel, dozer, imported heavy wheel loader, telehandler boom loader, Hitachi and vibrating compactor ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4-വീലർ ഇല്ലാത്തവർക്ക് 4-വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.